നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. India will identify, track and punish every terrorist and their backers. നയതന്ത്ര മിന്നൽ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരപരാധികളുടെ ജീവനെടുത്തവർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നൽകും. ഭീകരതയെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടുമെന്നും മോദി. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ. പഞ്ചാബ് അതിർത്തിയിൽ BSF ജവാനെ കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാൻ. ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം കനത്ത ജാഗ്രതയിൽ. ഉദ്ധംപൂരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. ഒരു സൈനികന് വീരമൃത്യു. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. രാഷ്ട്രപതിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ച അമിത്ഷാ. കരസേനാ മേധാവി നാളെ ശ്രീനഗറിൽ. സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി ജമ്മു കശ്മീരിലേക്ക്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രക വീണയെന്ന SFIO. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കെന്നും നഷ്ടത്തിലായിരുന്ന കമ്പനിയുടെ മുഖ്യ വരുമാന മാർഗം CMRL കമ്പനിയെന്നും SFIO കുറ്റപത്രം. മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വിശ്വാസികളുടെ ഒഴുക്ക്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം തുടരുന്നു. ട്രാവൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രദർശനവുമായി ദുബായ്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ഈ മാസം 28-ന് തുടക്കമാകും. പങ്കെടുക്കുക 161 രാജ്യങ്ങൾ. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും മോദി പറഞ്ഞു. 140 കോടി ഇന്ത്യക്കാരുടെ ഇച്ഛാശക്തി ഭീകരവാദത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബീഹാറിലെ മധുബനിയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് 2 നിമിഷം മൗനമാചരിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ആക്രമണം നടത്തിയ ഭീകരർക്കും അതിന് പദ്ധതിയിട്ടവർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. I say to the whole world, India will identify, track and punish every terrorist and their backers. തീവ്രവാദികളെയും പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ പിന്തുടർന്ന് ശിക്ഷിക്കും. ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ഒരിക്കലും തീവ്രവാദത്തിന് കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തീവ്രവാദത്തിന് ശിക്ഷ ഉറപ്പാക്കും. നീതി നടപ്പായെന്ന് ഉറപ്പാക്കാൻ എല്ലാ ശ്രമവും ഉണ്ടാകും. ഈ ലക്ഷ്യത്തിനായി രാജ്യം ഒറ്റക്കെട്ടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. निहत्थे पर्यटकों पर नहीं हुआ है. देश के दुश्मनों ने भारत की आत्मा पर हमला करने का दुस्साहस किया है. मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी. ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. അതേസമയം പാകിസ്ഥാനെതിരായ നയതന്ത്ര നടപടികൾ വീണ്ടും ഇന്ത്യ കടുപ്പിക്കുകയാണ്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സുരക്ഷ പിൻവലിച്ചു. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകളും ഇന്ത്യയിൽ മരവിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാടിനെതിരെ നടപടികൾ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ. പാക് വ്യോമാതിർത്തി അടയ്ക്കുന്നതിനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കുവാനാണ് തീരുമാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്ന് പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചു. ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി അടച്ചതിന് മറുപടിയായി പാകിസ്ഥാനും ഈ അതിർത്തി അടയ്ക്കും. ഇന്ത്യക്കാരോട് 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും പാകിസ്ഥാൻ നിർദ്ദേശിച്ചു. 1971 യുദ്ധത്തിനു ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംല കരാർ നിലവിൽ വന്നത്. അതിർത്തിയിൽ വെടിനിർത്തൽ പാലിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് ഷിംല കരാറിൽ പറയുന്നത്. ഷിംല കരാർ മരവിപ്പിക്കുമെന്ന് പറയുന്നതിലൂടെ ഇന്ത്യയുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ലെന്നും തിരിച്ചടിക്കുമെന്നുമുള്ള സന്ദേശമാണ് പാകിസ്ഥാൻ നൽകുന്നത്. ഇന്ത്യയുമായുള്ള എല്ലാ ചരക്കു നീക്കവും അവസാനിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗത്തിന് പിന്നാലെ പ്രകോപനപരമായ പരാമർശങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ത്യ നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധസമാനമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ BSF ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. അന്താരാഷ്ട്ര അതിർത്തി കടന്നതിനാണ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതെന്ന് റിപ്പോർട്ടുകൾ. ജവാനെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം. PK സിംഗ് ആണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള ജവാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മുറുകുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സ്ഥിതിവിവരങ്ങൾ ധരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ കണ്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവരാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനിടെ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ ബൈസരൻ താഴ്വരയിലെത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പഹൽഗാമിലെ സാഹചര്യം രാഷ്ട്രപതിയോട് വിശദീകരിച്ചു. സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ കശ്മീരിലെത്തുകയാണ്. ബൈസരൻ താഴ്വരയിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. അതിനിടെ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി കൂടിക്കാഴ്ച നടത്തി. ജർമ്മനി, ജപ്പാൻ, പോളണ്ട്, UK, റഷ്യ എന്നിവ ഉൾപ്പെടെ രാജ്യങ്ങളിലെ അംബാസഡർമാരെയാണ് കണ്ടത്. സൗത്ത് ബ്ലോക്കിലായിരുന്നു കൂടിക്കാഴ്ച. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് അംബാസഡർമാരെ അറിയിച്ചു. സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഇതോടൊപ്പം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാരോട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിലവിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തണമെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുവദിച്ച വിസകൾ ഏപ്രിൽ 27 മുതൽ അസാധുവാകുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കേന്ദ്ര സർക്കാരിന്റെ ഭീകരവാദ വിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സർവകക്ഷി യോഗം. ജമ്മു കശ്മീരിൽ കേന്ദ്ര സർക്കാരിന് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാഹുൽ ഗാന്ധി നാളെ കശ്മീരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരാണ് സർവകക്ഷി യോഗത്തിന് നേതൃത്വം നൽകിയത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് സർവകക്ഷി യോഗം അറിയിച്ചത്. മതസ്പർദ്ധ വളർത്തുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബൈസരൻ വാലിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബൈസരൻ അമർനാഥ് യാത്രാ സമയത്താണ് തുറന്നു നൽകാറുള്ളത്. ജൂണിൽ തുറക്കുന്ന ബൈസരൻ ഏപ്രിലിൽ തുറന്നത് സുരക്ഷാസേന അറിഞ്ഞിരുന്നില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതും പ്രതിപക്ഷം യോഗത്തിൽ ഉന്നയിച്ചു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ശ്രീനഗറിലും സർവകക്ഷി യോഗം നടന്നു. പ്രധാനപ്പെട്ട എല്ലാ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്നും രാഷ്ട്രീയം മറന്ന് എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം നാളെ രാഹുൽ ഗാന്ധി ജമ്മു കശ്മീരിലെത്തും. അനന്ത്നാഗിലെത്തുന്ന രാഹുൽ പരിക്കേറ്റവരെ സന്ദർശിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നാളെ നിശ്ചയിച്ചിരുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഈ മാസം 27 മാറ്റി. കോൺഗ്രസ് നാളെ രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ഉദ്ധംപൂരിലെ ബസന്ത്ഗഡിലെ ദൂദു മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരരുടെ താവളം കണ്ടെത്തി സൈന്യം അവരെ വളഞ്ഞു. കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടലിന് ഓപ്പറേഷൻ ബർലിഗലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രദേശത്ത് 3 ഭീകരർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി. മക്കൾ കരഞ്ഞപ്പോഴാണ് അക്രമികൾ തന്നെ വിട്ടതെന്ന് ആരതി പറഞ്ഞു. 2 മക്കളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 അക്രമികളെയാണ് താൻ കണ്ടത്. കശ്മീരികളാണ് എല്ലാ സഹായവും ചെയ്തതെന്നും ആരതി ഓർമ്മിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും. കലീമ അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പോൾ
ഹഗ് ചെയ്തു. അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എൻ്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വോക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ്. ലൈക്ക് 1 hour റൺ ചെയ്തു. എന്നിട്ട് വി എസ്കേപ്ഡ് ഫ്രം ദർ. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ച് മന്ത്രി ആർ ബിന്ദു. കുടുംബത്തിന് സർക്കാരിന്റെ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മകൾ ആരതിയുടെ വാക്കുകൾ ആദരവർഹിക്കുന്നുവെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ദുഃഖിതരായിട്ടുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. പക്ഷേ മകൾ ആതിരയുടെ വാക്കുകൾ കേരളത്തിനാകെ അഭിമാനം പകരുന്ന വാക്കുകളാണ്. ഞാൻ ആ കുട്ടിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഇത്ര ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടി പറഞ്ഞ ആ വാക്കുകൾക്ക് ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണുള്ളത്. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. ട്രാവൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രദർശനം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ ഈ മാസം 28-ന് തുടക്കമാകും. 4 ദിവസത്തെ മേളയിൽ ഇന്ത്യയടക്കം 161 രാജ്യങ്ങൾ പങ്കെടുക്കും. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 32ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഏപ്രിൽ 28-ന് ആരംഭിക്കുന്ന മേളയിൽ ട്രാവൽ ടൂറിസം രംഗത്തെ ലോകപ്രശസ്ത കമ്പനികളും വിവിധ രാജ്യങ്ങളിലെ ടൂറിസം വകുപ്പുകളും സംബന്ധിക്കും. 2800-ലേറെ പ്രദർശകർ 4 ദിവസത്തെ മേളയിൽ അണിനിരക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് 12% വർധന മേളയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലുണ്ട്. 55,000-ലേറെ സന്ദർശകരെയാണ് മേളയിൽ പ്രതീക്ഷിക്കുന്നത്. മെയ് 4-നാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പ്രദർശനം സമാപിക്കുക. We haven't seen, honestly, an impact on these kind of uncertainties hitting us. To the contrary, we're seeing the demand into the traveling continuing to be strong, which is quite a positive. And that even now we're seeing the outlook for where we stand today, which is month of April, and even toward the summer, is quite strong and quite promising. ദുബായ് ടൂറിസം കോർപ്പറേഷൻ സിഇഒ ഇസാം കസീം, ഡാനിയല കർട്ടീസ്, ഹൈതം മത്താർ, മുഹമ്മദ് അൽ റൈസ് തുടങ്ങിയവർ ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്. ഗൾഫിലേക്കുള്ള വിമാനങ്ങളിലെ സീറ്റ് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് വിമാന കമ്പനി. 11 വർഷം മുൻപുള്ള കരാർ അനുസരിച്ചാണ് നിലവിൽ സീറ്റ് ക്വാട്ട കണക്കാക്കുന്നത്. ക്വാട്ട വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായാൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പ്രദർശനത്തിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് എമിറേറ്റ്സ് എയർലൈൻ പ്രതിനിധി അർദനാൽ കാസിമാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ ആഴ്ചയിൽ 66,000 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ UAE സെക്ടറിൽ അനുവദിച്ചിട്ടുള്ളത്. 11 വർഷം കൊണ്ട് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് സീറ്റ് ക്വാട്ട വർദ്ധിപ്പിച്ചിട്ടില്ല. UAE-യിലെ മികച്ച വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഷെയ്ഖ് ഹംദാൻ അവാർഡ് മലയാളി വിദ്യാർത്ഥിനിക്ക്. അലൈൻ ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അപർണ അനിൽ നായരാണ് അക്കാദമിക് മേഖലയിലെ മികവിന് ഈ അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. ദുബായിൽ നടന്ന ചടങ്ങിൽ ഷെയ്ഖ് റാഷിദ് ബിൻ ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം പുരസ്കാരം സമ്മാനിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ ദൗത്യം മെച്ചപ്പെടുത്തുക, പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷൻ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. തിരുവല്ല സ്വദേശികളായ അനിൽ വി നായരുടെയും അഞ്ജലി വിധുദാസിന്റെയും മകളാണ് അപർണ അനിൽ നായർ. അലൈൻ ഇന്ത്യൻ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥി അരവിന്ദ് അനിൽ നായർ സഹോദരനാണ്. UAE-യിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് പ്രവർത്തന ലൈസൻസ് ലഭിക്കാൻ കർശന മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. താൽക്കാലിക സ്ഥിരം ജോലിക്കാരുടെ നിയമനങ്ങളിൽ നിർണായക പങ്കുള്ള ഏജൻസികളുടെ പ്രവർത്തനം കാര്യക്ഷമവും സുതാര്യവുമാക്കാനാണ് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിബന്ധനകൾ ഏർപ്പെടുത്തിയത്. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് വേണ്ടിയുള്ള അപേക്ഷകരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുമെന്നാണ് പ്രധാന നടപടി. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അപേക്ഷകരുടെ സാമ്പത്തിക സ്ഥിതിയും പരിശോധനാ വിധേയമാക്കും. ലൈസൻസ് നേടാൻ 1 ലക്ഷം ദിർഹം മുതൽ 3 ലക്ഷം ദിർഹം വരെ ബാങ്ക് ഗ്യാരണ്ടിയും നിർബന്ധമാണ്. മന്ത്രാലയത്തിലെ ജീവനക്കാർക്കോ ജീവനക്കാരുമായി അടുത്ത ബന്ധമുള്ളവർക്കോ ലൈസൻസ് ലഭിക്കില്ല. ഓഫീസ് പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായ വിലാസവും അപേക്ഷയ്ക്കൊപ്പം നൽകണം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും വേഗതയും ഉറപ്പാക്കുന്ന പുതിയ യാത്രാ സംവിധാനം നിലവിൽ വന്നു. അൺലിമിറ്റഡ് സ്മാർട്ട് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നൂതന പാസ്പോർട്ട് നിയന്ത്രണ സംവിധാനം തെരഞ്ഞെടുത്ത യാത്രക്കാർക്ക് കാത്തുനിൽപ്പില്ലാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ്
ഫോറിൻ അഫയേഴ്സ് സംഘടിപ്പിച്ച AI കോൺഫറൻസിൽ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ടെർമിനൽ 3-ലെ ഫസ്റ്റ് ബിസിനസ് ക്ലാസ് ലോഞ്ചുകളിലാണ് ഈ അത്യാധുനിക സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മുഖം തിരിച്ചറിയുകയും വ്യക്തിഗത വിവരങ്ങൾ തത്സമയം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു നൂതന സംയോജിത സംവിധാനമാണ് അൺലിമിറ്റഡ് സ്മാർട്ട് ട്രാവൽ. ഈ വർഷത്തെ ഹജ്ജ് സീസൺ ആരംഭിക്കാനിരിക്കെ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് വേണ്ടി കൊടും ചൂട് കാലാവസ്ഥയിലും ശരീരം തണുപ്പിക്കുന്ന നൂതന ഇഹ്റാം വസ്ത്രവുമായി സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ രംഗത്ത്. സൗദി വിമാനങ്ങളിൽ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് ജൂൺ മുതൽ ഹൈടെക് കൂളർ ഇഹ്റാം വസ്ത്രങ്ങൾ ലഭിച്ചു തുടങ്ങുമെന്ന് കമ്പനി അറിയിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഹൈടെക് ഇഹ്റാം വസ്ത്രമായ കൂളസ്റ്റ് ഇഹ്റാം വസ്ത്രം വേൾഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച ഈ ഇഹ്റാം വർഷം ദുബായിൽ ഈ മാസം 28-ന് ആരംഭിക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് 2025-ലായിരിക്കും ആദ്യമായി പ്രദർശനത്തിനെത്തുക. കൂളർ ഇഹ്റാം വസ്ത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനി അവിടെ പ്രഖ്യാപിച്ചേക്കും. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന UPF 50+ പ്രൊട്ടക്ഷനാണ് കൂളർ ഇഹ്റാമിന്റെ സവിശേഷത. അത്ലറ്റിക് ഗുണമേന്മയുള്ള ഈ വസ്ത്രം ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. തണുപ്പിക്കുന്ന ധാതുക്കൾ ഉപയോഗിച്ചാണ് ഈ ഇഹ്റാം തുണി നെയ്തിരിക്കുന്നത്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ വെള്ളട്ടാങ്കിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി മരിച്ചു. റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശികളുടെ 4 വയസ്സുള്ള മകളാണ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ സ്കൂളിന് പുറത്തുള്ള ടാങ്കിലേക്ക് വീഴുകയായിരുന്നു. പാകിസ്ഥാനി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് വെള്ളട്ടാങ്കിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്തത്. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ ഗ്രൂപ്പ് പുതിയ 20 വിമാനങ്ങൾ വാങ്ങാൻ എയർബസുമായി കരാർ ഒപ്പുവെച്ചു. വീതി കൂടിയ എയർബസ് A330 നിയോ ഇനത്തിൽപ്പെട്ട വൈറ്റ് ബോഡി വിമാനങ്ങൾ ഉപയോഗിച്ച് വിമാന നിര ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാർ. സൗദിയ ഗ്രൂപ്പിന് കീഴിലെ ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈ അദീലിനു വേണ്ടിയാണ് 10 വിമാനങ്ങളും സൗദിക്ക് വേണ്ടി 10 വിമാനങ്ങളുമാണ് വാങ്ങുന്നത്. കരാർ പ്രകാരമുള്ള ആദ്യ വിമാനം 2027-ലും അവസാന വിമാനം 2029-ലും സൗദിക്ക് ലഭിക്കും. കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 7 പ്രതികൾക്ക് 51 കോടി ദിനാർ പിഴയും 10 വർഷം തടവും. കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 25.5 കോടി ദിനാറിന്റെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ശിക്ഷ. രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണിത്. 2 സ്വദേശികൾക്കും 1 ലെബനീസ് പൗരനും 2 സിറിയക്കാർക്കും 2 ഈജിപ്തുകാർക്കുമെതിരെയാണ് 51 കോടി ദിനാർ പിഴയും 10 വർഷം വീതം തടവും ശിക്ഷ വിധിച്ചത്. ഇതേ കേസിൽ മറ്റ് 4 പ്രതികൾക്ക് 4 വർഷം വീതവും 8 പേർക്ക് 3 വർഷം വീതവും തടവ് ശിക്ഷയും വിധിച്ചു. മറ്റ് 3 പ്രതികൾക്ക് 1 ലക്ഷം ദിനാർ വീതം പിഴ ചുമത്തുകയും മറ്റൊരു പ്രതിയായ അഭിഭാഷകനെ തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി 1 ലക്ഷം ദിനാർ പിഴ ചുമത്തുകയും ചെയ്തു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മുഖ്യ പങ്കെന്ന SFIO കുറ്റപത്രം. വീണയുടെ കമ്പനിയായ എക്സാലോജിക് നഷ്ടത്തിലായിരുന്നെന്നും ഇത് പരിഹരിക്കാൻ കരിമണൽ കമ്പനിയായ CMRL അനധികൃതമായ സാമ്പത്തിക സഹായം നൽകിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ CMRL കമ്പനി കൈമാറിയെന്നും കണ്ടെത്തൽ. SFIO കുറ്റപത്രത്തിലെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. CMRL കമ്പനി എക്സാലോജിക്കിന് വഴിവിട്ട രീതിയിൽ സഹായം ചെയ്തു നൽകിയെന്നാണ് പ്രധാന കണ്ടെത്തൽ. 2017-2019 കാലഘട്ടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും CMRL MD-യായ ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നും SFIO പറയുന്നു. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ നൽകിയിരുന്നതോടൊപ്പം എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ വീതവും CMRL നൽകിയിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം SFIO കുറ്റപത്രം റദ്ദാക്കാനുള്ള ശ്രമങ്ങളും വീണ വിജയന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. CMRLന്റെ ഹർജിയെ തുടർന്ന് റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. വീണ വിജയനും ശശിധരൻ കർത്തയും ഉൾപ്പെടെ 13 പ്രതികളാണ് കേസിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം തുടരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 10-ന് പൊതുദർശനം പൂർത്തിയാകും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ. ബുധനാഴ്ചയാണ് മാർപ്പാപ്പയുടെ മൃതദേഹം കാസ സാന്താ മാർത്തയിൽ നിന്ന് വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചത്. പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാനിലേക്ക് ജനപ്രവാഹമാണ്. വെള്ളിയാഴ്ച രാത്രിയോടെ പൊതുദർശനം പൂർത്തിയാക്കും.
തുടർന്ന് കാമർലങ്കോ കർദിനാൾ കെവിൻ ഫാരലെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി സീൽ ചെയ്യും. ശനിയാഴ്ച ഇന്ത്യൻ സമയം 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പയെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ച് അടക്കം ചെയ്യും. കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ഡീൻ ജിയോവാനെ ബാറ്റിസ്റ്റ മുഖ്യ കാർമ്മികനാകും. ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ മരണാനന്തര ചടങ്ങുകൾ ആർഭാടരഹിതമായിട്ടാകും നടത്തുക. തുടർന്ന് 9 ദിവസം ദുഃഖാചരണം. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവിന് മെയ് 5 മുൻപ് തുടക്കമാകും. 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നവകേരളം എന്ന സർക്കാർ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരളത്തെ അവഗണിക്കുന്ന പ്രതിപക്ഷമാണ് സംസ്ഥാനത്തിന്റെ ശാപമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ടയിലെ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 അധികാരമേറ്റ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയത്. തകർന്നടിഞ്ഞ നാടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ ഇടതു സർക്കാരിനു കഴിഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്ര സഹായം നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷവും കേരളത്തിന്റെ ആവശ്യങ്ങളെ അവഗണിച്ചു. സംസ്ഥാനം കടക്കണിയിൽ എന്ന് വികസന വിരുദ്ധർ പറയുമ്പോഴും കിഫ്ബിയുടെ സഹായത്തോടെ ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനു കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നു. റവന്യൂ ചെലവുകളുടെ വളർച്ചയിൽ വലിയ തോതിൽ മിതത്വം പാലിക്കുന്നു. ഈ നിലപാടാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, സാമുദായിക നേതാക്കൾ, പ്രവാസികൾ, തൊഴിലാളി പ്രതിനിധികൾ, പ്രൊഫഷണലുകൾ, അധ്യാപകർ, വ്യവസായികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയും നടന്നു. ധനമന്ത്രി KN ബാലഗോപാൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സർക്കാരിന് അവകാശപ്പെടാനുണ്ടെന്നും തുടർ ഭരണത്തിൽ ഇതൊക്കെ വിലയിരുത്തപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. വീണ മിനിസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, എങ്ങനെയാണ് ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു വാർഷിക എത്തി നിൽക്കുന്നു? ഇനിയിപ്പോൾ സർക്കാരിൻ്റെ വികസന പരിപാടികൾ, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ എന്തൊക്കെയാണ്? 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികവും അതോടൊപ്പം തന്നെ 1ാം പിണറായി വിജയൻ സർക്കാരും 2ാം പിണറായി വിജയൻ സർക്കാരും 9 വർഷം പൂർത്തിയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്നത് ജില്ലാ ആസ്ഥാനത. ഒരു റോഡ് പോലും BM&BC ടാറിങ് ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ എല്ലാ റോഡുകളും ഞാൻ തുടങ്ങുമ്പോൾ ഇവിടെ 0 ആണ്. ഇപ്പോൾ 54ലധികം മേജർ റോഡുകൾ BM&BC ടാറിങ് ചെയ്തു. എല്ലാ ആശുപത്രികൾക്കും പുതിയ ആധുനിക സൗകര്യങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ, ക്ഷേമ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ജനകീയമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം 4ാം വാർഷികം എന്ന് പറയുമ്പോൾ മുൻപ് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തതുപോലെ ജനങ്ങളെ നേരിട്ട് കേട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് CM തന്നെ ഓരോ ജില്ലയിലും എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ മൊത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം ഇപ്പോൾ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾ അത് ഉൾക്കൊള്ളുന്നു? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ജനക്ഷേമ പദ്ധതികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നോക്കണം. അവിടെ 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. നവംബർ മാസം ആകുമ്പോൾ ജില്ലാ സ്റ്റേഡിയം പൂർത്തിയാവും. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് അവിടെ പൂർത്തിയാകുന്നത്. അവിടെ നമ്മുടെ ആ ഇന്നർ ട്രാക്കിൻ്റെ ഭാഗമൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പവലിയൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ ഇതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കാണണം, ഈ എല്ലാ റോഡുകളും, ആറന്മുള മണ്ഡലം നോക്കുക, എല്ലാ നിയോജകങ്ങളും. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. 3ാമത്തെ വർഷമാണ്.
കുട്ടികൾ അവിടെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും കാതലായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ വലിയ പിന്തുണ ജനങ്ങൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സീനിയർ. താങ്ക് യു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃതശ്രീ സ്വയം സഹായ സംഘാംഗങ്ങൾക്ക് നൽകി വരുന്ന പ്രവർത്തന നിധിയും വസ്ത്രങ്ങളും കൈമാറി. തൃശൂർ ജില്ലയിലെ 21 ക്ലസ്റ്ററുകളിലായി 5500 അമൃതശ്രീ അംഗങ്ങൾക്ക് 10 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു വിതരണം നടത്തിയത്. വലപ്പാട് ബ്രഹ്മതേജോമയി ഹാളിൽ വെച്ച് നടന്ന ജില്ലാതല വിതരണോദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത നിർവഹിച്ചു. നാട്ടിക, കഴിമ്പ്രം ക്ലസ്റ്ററുകളിൽ നിന്നുള്ള അമൃതശ്രീ അംഗങ്ങൾ ചടങ്ങിൽ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. നാമെല്ലാം സ്വയം പര്യാപ്തരാവണമെന്നും അതാണ് അമ്മയുടെ ആഗ്രഹമെന്നും ബ്രഹ്മചാരിണി ആര്യാമൃത ചൈതന്യ പറഞ്ഞു. സ്വയം പര്യാപ്തരാവണം, അത് അമ്മയുടെ ഒരു സങ്കല്പമാണ്, ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക്. നമ്മളെപ്പോഴും ഒരു മരുന്ന് വാങ്ങാനോ എന്തിനെങ്കിലും ആയിക്കോട്ടെ, നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ്. അതിന് നമ്മൾ മറ്റുള്ളവരെ കാല് പിടിക്കാതെ സ്വയം പര്യാപ്തരാവണം എന്നുദ്ദേശിച്ചാണ് അമ്മ ഇത് തുടങ്ങിയത്. അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് വൈസ് പ്രസിഡന്റ് VR ജിത്ത പറഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിലാകമാനം ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രവൃത്തിയുടെ വ്യാപ്തി നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കുന്നതിന് നമ്മുടെ മഠത്തിന് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സൗജന്യ വസ്ത്രവിതരണം നടത്തുന്നുണ്ട്. മെമ്പർ വൈശാഖ് വേണുഗോപാൽ, അമൃതശ്രീ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ KK ഉമ, ശ്രീലത, വരേണ്യ, സ്മിജി, ജ്യോതി, ദേവി കൃഷ്ണ, ശ്രീരാജ് നെടുങ്ങാട് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവർക്ക് അമ്മയുടെ ഒരു പ്രസാദം എന്ന രീതിയിലാണ് അവർ അമ്മ കൊടുക്കുന്ന പൈസയെയും ഈ സാരിയെയും ഒക്കെ അവർ കാണുന്നത്. സന്തോഷം. എല്ലാ വർഷവും ഇങ്ങനെ ഒരു സാരി കിട്ടുമ്പോഴും നമ്മൾക്കതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ ഹൃദയത്തിൽ അമ്മ തരുന്നത് ഒരു ഈശ്വര സാന്നിധ്യത്തിൽ നമുക്കൊരു വസ്ത്രം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾക്കതൊരു ഭയങ്കര സന്തോഷമാണ്. അമ്മ വർഷത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സാരി തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും, എൻ്റെ മകൻ എന്നതിലുപരി എല്ലാ മക്കളെയും ഒരേപോലെ കാണുന്ന ആ സ്നേഹത്തിൻ്റെ ഭാഷ, അത് അമ്മയുടെ ഭാഷയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. നല്ല സാരിയാണ്. എല്ലാവരും കഴിഞ്ഞ കൊല്ലത്തെയാണ് ഇപ്പോൾ ഒരുവിധം പേര് കൊടുത്തിരിക്കണത്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അമ്മയുടെ 1500 രൂപ കിട്ടുമ്പോൾ ദൈവം പോലെയാണ് ഞങ്ങളത് കണക്കൂട്ടണത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം 15000 സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമാണ് ഉള്ളത്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും വർഷം തോറും മഠം നൽകി വരുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം പുത്തിരിക്കണ്ടം മൈതാനത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗറിൽ തുടരുന്നു. 2ാം ദിനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധ സമ്മേളനവും ചർച്ചകളും സംവാദങ്ങളും നടന്നു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം RSS ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ് ജനറൽ സെക്രട്ടറി M. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. നാളെ നടക്കുന്ന മഹിളാ സമ്മേളനം കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പൊതുസമ്മേളനം തമിഴ്നാട് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീറിന് വധഭീഷണി. ISIS കാശ്മീർ സംഘടനയുടെ പേരിലാണ് വധഭീഷണി. ഗൗതം ഗംഭീർ പോലീസിൽ പരാതി നൽകി. ഞാൻ നിന്നെ കൊല്ലുമെന്ന 3 വാക്കുകൾ അടങ്ങിയ സന്ദേശം ഇമെയിൽ വഴിയാണ് ഗംഭീറിന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.